എനിക്ക് തോന്നുന്നില്ല വൺ സ്പേസ് സ്റ്റൈലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. നമ്മൾ എന്തായിരുന്നു ആഗ്രഹിച്ചത് അത് ആക്ച്വലി സ്പേസ് സ്റ്റൈൽ നമുക്ക് തന്നിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് ഷാരുൺ രാജ്. ഞാൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യാണ് കൊച്ചി. അപ്പോൾ ഞാൻ റീസെന്റ് ആണ് ഒരു ഫ്ലാറ്റ് വാങ്ങിയത്. അത് DD ഗ്രീൻവുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇനി ഇത് വാങ്ങിയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ സമയത്ത് ഇവിടെ ഇന്റീരിയറൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 9 year old അപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ആ ഇന്റീരിയറൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തോട്ട് എനിക്ക് വൈഫിനുണ്ടായി. ആ ഒരു ഗ്യാപ്പിലാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് സ്പേസ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പം സ്പേസ് സ്റ്റൈലിന് മറ്റുള്ളവരെക്കാട്ടും ഞാൻ വ്യത്യാസമായിട്ട് കണ്ടേക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നത് ലിസൺ ചെയ്യുന്നുണ്ട്. ആക്റ്റീവായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, നമുക്ക് എത്ര സമയം കിട്ടുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് നമുക്ക് ഒരു പ്ലാൻ തന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡിസൈനിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വല്ലാതെ വരുത്തിയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ അത് ഓക്കെ ആയിരുന്നു. ആ ഒരു സ്ട്രക്ചറിന് പറ്റിയ തരത്തിലായിരുന്നു ഡിസൈനുകളൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ ആകെ കളർ പാലറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതും മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്റീരിയർ ബ്യൂട്ടിഫിക്കേഷൻ മാത്രമല്ലായിരുന്നുള്ളത്. നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഉള്ള എല്ലാം നമ്മൾ സ്ക്രാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രഷ് സ്റ്റാർട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ലിമിറ്റഡ് ടൈം ആയിരുന്നുള്ളത്. 2 മാസത്തിനുള്ളിലായിരുന്നു നമുക്ക് വർക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് കുറെ ഇലക്ട്രിക്കൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു, പ്ലംബിംഗ് വർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ A to Z സ്പേസ് സ്റ്റൈൽ തന്നെയാണ് ചെയ്തത്. നമ്മൾ അതിലിപ്പോൾ നമ്മുടെ ഫർണിച്ചർ പെയിന്റിംഗ് അടക്കം അവരാണ് ചെയ്തത്. ടൈം ലിമിറ്റും ഉണ്ടായിരുന്നു. 24/7 നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പുറത്തും ഇപ്പുറം മേലും താഴെയൊക്കെ ഓക്യുപ്പൈഡ് ആണ്. അപ്പൊ അവർക്ക് ശല്യം ഉണ്ടാവരുത്, നമ്മുടെ വർക്ക് നടക്കണം. അപ്പോൾ അവര് രാവിലെ 7 മണിക്ക് വരും, രാത്രി 7 മണി 8 മണി അങ്ങനെ ആയിരുന്നു ഇവിടെ ഒരു ഷിഫ്റ്റ് വന്നേക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഓരോ ദിവസം വരുമ്പോൾ നമുക്ക് നല്ല പ്രോഗ്രസ്സും ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തത്. പിന്നെ ആ ക്വാളിറ്റിയും കറക്റ്റ് ടൈമിൽ തന്നെ ഏകദേശം നമുക്കൊരു ടെൻഷനും ഇല്ലാത്ത രീതിയിൽ തന്നെ എല്ലാം സെറ്റായി. അതിന് ഒരു ബിഗ് താങ്ക് യു എനിക്ക് എന്തായാലും സ്പേസ് സ്റ്റൈലിനോട് പറയാനുണ്ട്. ഒരു 9 year old ഫ്ലാറ്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഫ്ലാറ്റിന്റെ അകത്ത് വരുമ്പോഴാണ് ആക്ച്വലി നമ്മളൊരു പുതിയ ബ്രാൻഡ് ന്യൂ വീട്ടിൽ വന്ന അതേ ഫീലിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവർക്കും അതേ അഭിപ്രായം തന്നെയാണ്. ഈ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് കുറച്ച് പേര് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഞാൻ കണ്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റുകളും നമ്മുടെ ഡിസൈനുമായിട്ടുള്ള ക്ലാഷസ് ഉണ്ടായിരുന്നു. കാരണം അവർ പറയുന്ന മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്പേസ് സ്റ്റൈലിന്റെ കേസിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും അവർ അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതാണ് എനിക്ക് ഈ ഒരു സ്പേസ് സ്റ്റൈലായിട്ട് കുറച്ചും കൂടി ഒരു ഇന്റിമേറ്റ് ആവാനുള്ള ഒരു ആക്ച്വൽ പോയിന്റ്. റീസെന്റ് നമ്മളിപ്പം വീട്ടിൽ താമസിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്റീരിയർ ആയിട്ട് കുറച്ച് ഫോട്ടോ ഫ്രെയിം ഇതൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ആൾ വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സ്പേസ് സ്റ്റൈലിന്റെ ടീമിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ അവരായിട്ട് കോൺടാക്ട് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ തന്നെ അവർ വന്നു, ഇതൊക്കെ സെറ്റ് ചെയ്ത് തന്നു. നമ്മൾ എന്തായിരുന്നു ആഗ്രഹിച്ചത് അത് ആക്ച്വലി സ്പേസ് സ്റ്റൈൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പുതിയൊരു വീട് ഉണ്ടാക്കുന്ന എൻ്റെ ഫ്രണ്ടോ ഫാമിലിയോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവരോടൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പേര് സ്പേസ് സ്റ്റൈൽ തന്നെയായിരിക്കും. നിങ്ങൾ ചെയ്യിക്കുന്നുണ്ടോ ചെയ്യുന്നില്ല അല്ല, ജസ്റ്റ് അവരോട് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ തോട്ട്സും അവരുടെ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല വൺ സ്പേസ് സ്റ്റൈലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വേറൊരു ഓപ്ഷനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളത്. എനിവേസ്, താങ്ക് യു സ്പേസ് സ്റ്റൈൽ.